എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ഗർഭിണി, പരിപൂർണമായുള്ള ഒരു ഗർഭിണിയെ ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം എത്ര മാസമായി കുട്ടിയെന്നല്ലേ? 8 മാസമായിരിക്കണു. 8 മാസമായി. ചവിട്ടൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇയാൾ വല്ലതും വാങ്ങിച്ചിരുന്നുണ്ടോ കഴിക്കാനൊക്കെ? എനിക്കൊന്നും അറിയില്ല. പ്രഗ്നന്റ് ആവുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിത് പറയുന്നത് ഇഷ്ടമല്ല. എനിക്ക് തോന്നി ഞാൻ ചെയ്യണം. തോന്നില്ല. ഇപ്പോൾ എന്തൊക്കെ ഇവിടെ കുക്ക് ചെയ്യാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിനൊന്നും എനിക്കൊരു നാണക്കേട് തോന്നുന്നു. ഗ്രീഷ്മയേക്കാൾ ഫാൻസ് എനിക്ക് തോന്നുന്നു അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഫാൻസ് ലൈക്ക് ഹിയർ, കമന്റ് ഹിയർ അല്ലേ? അമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുത്തമ്പേലിക്കര പഞ്ചായത്തിലൊക്കെ സൂപ്പർ സ്റ്റാർസ് ആയിരിക്കും. അഗിയുടെ ചില കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീ ആരാധകർക്കിടയിൽ. എന്റെ ഫോളോവേഴ്സ് കൂടുതൽ സ്ത്രീകളാണ്. എന്റെ സങ്കല്പത്തിനേക്കാൾ വലിയ ആളാണ്. ചില പടക്കം ഒരു 50,000 രൂപ വേണം. ഇവനും അവൻ്റെ വൈഫിനും കിട്ടുന്ന സാലറി 45 ഉള്ളൂ. 5,000 രൂപ കടം മേടിച്ചാൽ റൺ ചെയ്യുന്നവർ. ഇങ്ങനത്തെ സിറ്റുവേഷൻ ലോക്ക് ചെയ്യും പല പാരൻസും. ഒരു ശരാശരി ആൺകുട്ടിയുടെ ലൈഫ് ഇതാണ് ലോക്ക് ചെയ്യും. ഫാമിലി സൈഡിൽ നിന്ന് അക്കിയുടെ ജോലി ഒരു പ്രശ്നമായിരുന്നു, കാരണം സ്റ്റേബിൾ ഇൻകം ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പണ്ട് എന്താണ് കളിയാക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ വന്ന് കൊളാബിന്റെ റേറ്റ് അതൊരു നല്ലൊരു കിക്കാണ്. ബോഡി ഷെയ്മിങ് ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ബാക്കി കുട്ടികളെക്കാളും ഞാൻ വലിയൊരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കളിയാക്കലിൽ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒന്നും കേട്ടിട്ടുണ്ട്. ചെറിയ ജൂനിയേഴ്സ് പിള്ളേർ വരുമ്പോൾ അവരും തടിച്ച് വിളിച്ച് കളിയാക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കൊണ്ടുവരുന്നത്. അതിനേക്കാൾ ഉപരി എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഗർഭിണി, പരിപൂർണമായുള്ള ഒരു ഗർഭിണിയെ ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മോറോവർ ആൾ എൻ്റെ നാട്ടുകാരിയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. ലെറ്റ് മീ വെൽക്കം ഗ്രീഷ്മ ബോസ് ആൻഡ് അഖിൽ വിദ്യാധർ. വിദ്യാധരനല്ല കേട്ടോ, വിദ്യാധർ. വെൽക്കം ടു ദി ഷോ. പേഴ്സണലി നമ്മൾ നാട്ടും പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണിനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആദ്യം ചോദിക്കുക ഇപ്പൊ എത്ര മാസമായി കുട്ടിയെന്നല്ലേ? 8 മാസമായി. ചവിട്ടൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇയാൾ വല്ലതും വാങ്ങിച്ചിരുന്നുണ്ടോ കഴിക്കാനൊക്കെ? കഴിക്കാനൊക്കെ വാങ്ങിച്ചിരുന്നുണ്ട്. പകുതി അങ്ങോട്ടേക്ക് തന്നെ പോകും. അതാണ് ഇപ്പോഴത്തെ ഷുഗർ ആയിരിക്കുന്നു. ഷുഗറുണ്ടോ? കുറച്ച് പ്രശ്നമുണ്ട്. കൺട്രോൾ ചെയ്ത് പോകുന്നു. പണിയൊക്കെ എടുക്കുന്നില്ലേ? ഇനിയിപ്പോ 1.5 മാസം കൂടെ റെസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാനതങ്ങ് എൻജോയ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫ് ആയിരിക്കും. ഇപ്പൊ കിട്ടില്ല. ഇപ്പൊ കിട്ടുന്ന പ്രിവിലേജസ് ഒക്കെ അങ്ങ് നമ്മൾ യൂസ് ചെയ്യാ. അങ്ങനെയാണ് ഇപ്പൊ. ആണോ? നിങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് അല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ അച്ഛനാവാൻ പോവാണ് അല്ലെങ്കിൽ അമ്മയാവാൻ പോവാണെന്ന് അറിഞ്ഞൊരു ദിവസം ഉണ്ടാവുമല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? പ്രഗ്നൻസി കിറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സിനിമയിലൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ഡ്രാമയൊക്കെ നിറഞ്ഞൊരു ദിവസമായിരിക്കണം. ഭാര്യ എടുത്ത് പൊക്കുന്നു, അപ്പൊ തന്നെ ഈ ഓർമ്മ വരുന്നു, മറ്റേ തിരിച്ചു വെക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ആ ദിവസം എങ്ങനെയാണെന്നൊരു ബ്രീഫ് ചെയ്യാം. എങ്ങനെയായിരുന്നു ആ ദിവസം? ടെസ്റ്റ് ചെയ്തത് ഞാനാ. ആണോ? സംഭവം അത് അക്കിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞ എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞ അക്കിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് പറയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറയാ. അല്ല, ഞാൻ ഒരു 2 ദിവസം മുമ്പ് സ്വപ്നമൊക്കെ കണ്ടു. ഞാൻ സ്വപ്നം കണ്ടിട്ട് ഞാൻ അവിടെ പറഞ്ഞു, നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കിറ്റൊക്കെ മേടിച്ചോണ്ട്, അത് കിറ്റ് 1 2 കുറെ മേടിച്ചിട്ടുണ്ട്. കുറെ കിറ്റ് മേടിച്ചിരുന്നു. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ആയില്ല. ഞാൻ ഭയങ്കര വിഷമം, സങ്കടം. അപ്പോൾ ഇവർക്ക് ആ ഡേറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം ഞാൻ ചെക്ക് ചെയ്തപ്പം ഇവളുടെ വീട്ടിൽ വെച്ചാൽ ചെക്ക് ചെയ്യുന്നല്ലേ, എൻ്റെ വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എനിക്കിത് ഇവളുടെ അമ്മയുടെ പറഞ്ഞു, ഞാൻ ഇവളുടെ അമ്മയെ കൂട്ടാം. അപ്പോൾ ഇവളുടെ അമ്മയുടെ പറയുമ്പോൾ ഇവള് സമ്മതിച്ചില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആയിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ടും അത് ചെറുതായിട്ട് എന്തോ ബ്രേക്കായല്ലേ, എന്തോ അമ്മയുടെ അടുത്ത് സൂചിപ്പിച്ചു അവള്. എന്നിട്ട് പോയി ചെക്ക് ചെയ്തു.
ചെക്ക് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ പക്ഷെ എനിക്ക് ബാക്കി ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പി ആയിരുന്നു. എനിക്ക് പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പ്രഗ്നന്റ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ദൈവം എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ, ലൈക്ക് ഞാനാണെങ്കിൽ ഇത്രയും കാലം ഞാൻ ഭയങ്കര പാമ്പേർഡായിട്ട് വളർന്നു വന്നൊരു ആളാണ്. ഇപ്പൊ എനിക്കിനി പാമ്പർ ചെയ്യാനൊക്കെ ഒരാള് വരുന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കിത് ഒരു കുട്ടീനൊക്കെ നോക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ എനിക്ക് ആയോ. എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഒരു ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഹാപ്പിനെസ് ഉണ്ട്, അത് തന്നെ. മറ്റേ ഒരു ഈ അടുത്തൊരു ട്രോൾ കിട്ടിയൊരു കുട്ടി ഉണ്ടല്ലോ, ഞാനേ കുട്ടിയാണ്, അപ്പൊ എനിക്ക് കുട്ടി വരാൻ പോകുന്നു. എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ ഒരാൾ വരാൻ പോകുന്നതിന് സന്തോഷമുണ്ട്, എന്നാൽ കുറച്ചൊക്കെ എവിടെയോ ഞാനിതിന് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളൊരു തോട്ടം എനിക്കുണ്ടായിരുന്നു. പിന്നെ വരെയാണ് ഞാൻ എല്ലാമായിട്ട് അഡാപ്റ്റായി വന്നതും ഒക്കെ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി മേ ബി ഒരു 80% ഒരു അമ്മയാവാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു 20% ബാക്കി. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെക്സോളജിസ്റ്റിനെ ഇങ്ങനെ പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറയുകയാണെ, നമ്മൾ കല്യാണത്തിന് നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ആവുന്നുണ്ടോ അതിനേക്കാൾ 2 ഇരട്ടി നമ്മൾ പാരന്റ്സ് ആവാൻ പ്രിപ്പയർ ആവുന്നുണ്ട്. ഫിസിക്കലി മാത്രമല്ല, മെന്റലി. പാരന്റിങ് നമ്മൾ പഠിച്ചിട്ട് വേണം. നിങ്ങളുടെ തയ്യാറെടുപ്പുകളൊക്കെ എവിടെ എത്തി, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ല. ഈ പാരന്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോസ് റെഫർ ചെയ്ത സമയത്ത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അക്കിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു നിമിഷം ഉണ്ടല്ലോ, അച്ഛനോടും അമ്മയോട് ഈ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് പടിയിറങ്ങി പോകുന്നൊരു സമയം. അതായത് അതൊരു പറിച്ചു നാട്ടിലല്ല, അതായത് ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് അത്രയും വർഷങ്ങൾ നമ്മൾ ഇവിടെ തന്നെയാണ് ജീവിച്ച് നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വളർന്നിട്ട് വേറൊരു ലൈഫിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുകയല്ലേ. അത് ഗ്രീഷ്മയുടെ കാര്യം മാത്രമല്ല, ഇപ്പം പിള്ളേരുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഈ പറിച്ചു നടല്ലേ എത്രമാത്രം ഒരു പെൺകുട്ടിയുടെ ആ ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫിക്കൽട്ടാണെന്ന് ഇപ്പം തോന്നുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ആക്ച്വലി പാരൻസിൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത്, വേറെ വീടെടുത്താണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് നല്ല കാര്യമാണ്. ലൈക്ക് ഇപ്പോൾ ഈ അക്കിയുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല, എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും അത് കംഫർട്ടബിൾ ആവുന്നില്ല. അതേസമയം ഞങ്ങൾ രണ്ടുപേരും മാറി ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഇനീഷ്യലി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും നമുക്കത് കോപ്പറേറ്റ് ചെയ്ത് വരും വഴിയേ നമ്മളങ്ങ് അഡ്ജസ്റ്റായി പോകുന്നുള്ളതാണ്. ഇപ്പം ഞാൻ കല്യാണത്തിന് ഞാൻ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞായിരുന്നു. അത് ഞാൻ 7ാം മാസം എൻ്റെ വളകാപ്പ് കഴിഞ്ഞ പാക്കിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഗ്രാജുവലി അഡ്ജസ്റ്റ് ആയി. പിന്നെ എനിക്ക് അക്കിയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ അക്കിയായിരുന്നു എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിലോട്ട് മാറി. കല്യാണത്തിന് മുമ്പ് എടുത്ത തീരുമാനം കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കേണ്ട, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ആദ്യമേ തന്നെ വേണം എന്നുള്ളത്. അതിപ്പോൾ എവളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതല്ല കൺസെപ്റ്റ്. നമുക്ക് കുറച്ച് ഫ്രീഡം വേണമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാരണം ഇവള് വേറൊരു ലെവലിൽ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞാനും അങ്ങനെ വന്നതാണ്. ചിലപ്പോൾ എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടങ്ങളും ഇതൊക്കെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ രണ്ട് ഇതിൽ നിന്ന് വന്നവർ ഒന്ന് സിങ്കായി പോവാൻ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര ഐഡിയൽ ചക്കിക്കൊത്ത അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഗ്രാജുവലി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി എന്താണ് അടി ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ പരമാവധി മനസ്സിലാക്കിയത്. നമ്മൾ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ സംസാരിക്കും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത്. ഇപ്പോൾ എനിക്കൊരു ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല പുള്ളിക്കാരി, അതാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഈഗോ എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ റീസെൻറ്റ് ന്യൂസൊക്കെ കണ്ടല്ലോ, ഭയങ്കര. ഇപ്പോൾ ഈ അടുത്ത് തന്നെ 3 പേരാണ് മരണപ്പെട്ട സൂയിസൈഡ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും പെൺകുട്ടികളിലോട്ട് വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മ്യൂച്വലി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. പക്ഷെ എല്ലാം ഈ പെൺകുട്ടി ചെയ്യണം, പെൺകുട്ടികളിലോട്ട് വരുമ്പോൾ അത് കുറച്ച് പാടാണ്. അത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം. അത് പാരന്റിങ്ങിൻ്റെയും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ
അടുക്കളയിൽ ആണുങ്ങൾ കയറാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആണുങ്ങൾ ഭാര്യയുടെ ഡ്രസ്സ് കഴുകാൻ പാടില്ല, ഇങ്ങനെ ഓരോ കോൺസെപ്റ്റുകൾ പഴയ വിവരമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടുള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധികളും വയസ്സാവും. ഈ വയസ്സന്മാരെ എല്ലാവരും പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊട്ടത്തരം പറയും ചിലർ. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച കുറേ സിസ്റ്റം ഉണ്ട്. ഇതിപ്പോൾ ആൺപിള്ളേരെ സംബന്ധിച്ചുണ്ടല്ലോ, അതിപ്പം നമ്മൾ പെൺപിള്ളേരെ ഡിഫിക്കൽട്ടാണ് പറഞ്ഞത്. അതായത് വേറൊരു സ്ഥലത്തേക്ക് പരിചയം ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം എൻ്റെയൊക്കെ ഒരു കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ പേടി എന്താണെന്നറിയോ, എൻ്റെ ബെഡ്റൂം, എൻ്റെ ഒരു ബെഡ്, ദൈവമിനി വേറൊരാൾക്ക് കൂടെ നമ്മളിനി ഷെയർ ചെയ്യപ്പെടാൻ പോവുകയാണല്ലോ, എൻ്റെ ആ പ്രൈവസി അങ്ങ് ബ്രേക്ക് ചെയ്യപ്പെടാൻ പോവുകയാണല്ലോ എന്നുള്ളതാണ്. അക്കി അങ്ങനെ അങ്ങനെ അക്കിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ കല്യാണം കഴിഞ്ഞ് വരികയാണ്, വേറൊരു ആൾ ഷെയർ ചെയ്യുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും ഷെയർ ചെയ്യണം, നമ്മൾ കമ്മിറ്റ്മെൻറ്റ് വരണം. ഒരു ബാച്ചിലർ ലൈഫിൽ നിന്ന് ഒരു മാരീഡ് ലൈഫിലേക്ക് കടക്കുന്ന സമയത്തുണ്ടായ ആകുലതകളും പിന്നെ അതെങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നതും എങ്ങനെയാണ്? ബാച്ചിലർ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നിഖിൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനോ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ, ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടൊക്കെ അലങ്കൂലമായിട്ടൊന്നും, കുറച്ചൊക്കെ അലങ്കൂലമാണ് എപ്പോഴും. നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ചിട്ട വരും. ബാച്ചിലേഴ്സിൽ നിന്ന് ഒരു അടുക്കും ചിട്ട എന്തായാലും ഉറപ്പായിട്ടും വരും. ചിട്ട വന്നോന്ന് വെച്ചാൽ അത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ അത് അവിടെ വെക്ക്, ഇതിവിടെ വെക്ക്, തുണിമട്ടയ്ക്ക് വെക്ക്, എനിക്ക് പറയുന്ന ഇഷ്ടമല്ല. എനിക്ക് തോന്നി ഞാൻ ചെയ്യണം, തോന്നില്ല. അല്ല എനിക്കിങ്ങനെ എവിടെ ഞാനിപ്പോൾ ചിലപ്പോൾ സോഫയിലായിരിക്കും, തുണി ഉണങ്ങിയതിന് ശേഷം ഞാൻ കൊണ്ടിടുന്നത്, ചിലപ്പോൾ അത് അവിടെ കിടക്കും. പിള്ളേർക്കൊക്കെ അത് വലിയ പാടാ. OCD പ്രശ്നമല്ല, പക്ഷേ ഞാനങ്ങനെ OCD പ്രശ്നമല്ല, എനിക്കൊരു ബേസിക് നീറ്റ്നെസ് എൻ്റെ. ഞാൻ ഒട്ടും വൃത്തിയില്ലാത്തവനെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ. പിന്നെ ഇവള് കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് എനിക്കറിയാം ഇവള് ഒറ്റ മോളാണ്. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികളെ എന്താ നമ്മൾ നന്നായിട്ട് കംഫോർട്ട് ചെയ്യണം, നമ്മളെ വിശ്വസിച്ച് വരുന്നവരല്ലേ. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യുക, അതൊന്നും എനിക്കൊരു ഇതും ഒരു തലപൊക്കലൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവളെ ഇപ്പോൾ എന്തൊക്കെ ഇവൾ കുക്ക് ചെയ്യാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിനൊന്നും എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ചില ആണുങ്ങൾക്ക് ഈഗോ ഉണ്ടാവും. എനിക്കതില്ല എന്ന് പറഞ്ഞാൽ വലിയ എന്താ ഗ്രീൻ ഫ്ലാഗ് ഒന്നും ആവുന്നല്ല. പക്ഷെ മനസ്സിലാക്കാൻ പഠിക്കുക എല്ലാവരും. കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്നാണ് വിചാരിക്കുന്നത്? ചിട്ട വന്ന്, അതല്ലാതെ ചിട്ട വന്നിട്ടില്ല. എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ. പക്ഷെ ഇനി ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് മാറ്റം വരും. ഇനി അങ്ങോട്ട് എനിക്ക് മാറ്റം വരും. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് മാറ്റമുണ്ട്. ഡ്രസ്സിങ് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊരു ബ്യൂട്ടി കോൺഷ്യസ്നെസ് വന്നിരുന്നു പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് വരെ. അത് പ്രഗ്നന്റ് ആയപ്പോ മാറി. ഇപ്പൊ ഞാൻ ഒന്നും നോക്കാറില്ല, തോന്നിയ പോലെയാണ് ഞാൻ നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. അതൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ എന്തെങ്കിലും എവിഡൻസ് ചേഞ്ചസ് അച്ഛൻ, അതായത് ഭർത്താവായതിനു ശേഷം സംഭവിച്ചിട്ടുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഫിലിം ഞാൻ പറഞ്ഞു എൻ്റെ വർക്ക് രീതി അതാ. അപ്പോൾ നമ്മളെല്ലായിടത്തും സോഫ്റ്റ് ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ തലയിൽ കയറി. അപ്പോൾ പക്ഷെ അവിടുത്തെ ദേഷ്യം കൂടെ എൻ്റെ അടുത്ത് കാണിക്കുന്നു. പണ്ട് കേട്ടോ, പണ്ട് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്തൊക്കെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ഫോൺ വിളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല മൂടല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം അതൊക്കെ കുറെ മാറിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ പ്രഗ്നന്റും കൂടെ ആയപ്പോൾ നല്ല നല്ല മാറ്റമുണ്ട്. ഇപ്പം ഭയങ്കര സോഫ്റ്റാണ് ആള്. ഈ അമ്മേനെ എപ്പോൾ മുതലാണ് നമ്മുടെ വീഡിയോയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് എനിക്കറിയാം. നമ്മളുടെ പറവൂര് പോലുള്ളൊരു നാട്ടും പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ, അമ്മമാർക്ക് നമ്മളൊരു സെൽഫി എടുക്കാൻ പറഞ്ഞാൽ വരെ അവർ കോൺഷ്യസ് ആവുന്ന അമ്മമാരാ. പക്ഷെ അമ്മേനെ കൂടെ ഒന്ന് പെർഫോം ചെയ്യിപ്പിക്കും, അമ്മേലൊരു സ്റ്റഫ് ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ അമ്മേനെ കൺവിൻസ് ചെയ്യിച്ചത്? ആദ്യ അമ്മയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഞാൻ ഫീൽഡ് ഔട്ട് ആവുമെന്ന് എനിക്ക് തന്നെ തോന്നിയ ഒരു മൊമെന്റിലാണ് ഞാൻ അമ്മയെ എടുത്തിടുന്നത്. അത് കൂടുതലും ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റേ ലിപ്സിംഗ് ആണല്ലോ ചെയ്തോണ്ടിരുന്നത്. അത് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ അത് വർക്കാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ എനിക്കാണെങ്കിൽ കൂടെ ചെയ്യാനും ഒരാൾ വേണം, അമ്മ അല്ലാണ്ട് വേറെ ആരും ഇല്ല ചെയ്യാനും. അപ്പം അങ്ങനെയാണ് അമ്മയെ കൊണ്ടുവന്നത്. അപ്പം അമ്മയെ വെച്ചിട്ട് ഡബ് സ്മാഷ് പോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആ സിങ്ക് പിടിക്കാൻ പറ്റുന്നില്ല, ഈ ലിപ്പ് എനിക്ക് ചെയ്യുന്നത് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ
ഓൺ വോയിസ് എടുത്ത് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചാണ് കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകൾ കൊണ്ടുവന്ന് ചെയ്തത്. അതെന്തോ ഭാഗ്യത്തിന് അതങ്ങ് ഗ്രീഷ്മയേക്കാൾ ഫാൻസ് എനിക്ക് തോന്നുന്നു അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, അമ്മയ്ക്ക് നല്ല അമ്മ ഫാൻസ് ലൈക്ക് ഹിയർ കമന്റ് ഹിയർ അല്ലേ? ഇന്ന് രാവിലെ ഒരു ഫംഗ്ഷന് പോയപ്പോഴും അമ്മയാണ് അന്വേഷിച്ചത് എല്ലാവരും. ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, അമ്മേനെ എങ്ങനെ കൺവിൻസ് ചെയ്താൽ? സാധാരണ അമ്മമാർക്ക് ഒരു മടി ഉണ്ടാവുമല്ലോ ക്യാമറ. നമുക്ക് മടി ഉണ്ടായിരുന്നു. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് നല്ല മടിയായിരുന്നു. കാരണം ആളുകൾ കണ്ടിട്ട് എന്താ പറയാന്നുള്ളത് അച്ഛൻ കണ്ടിട്ട് എന്താ പറയാ, റിലേറ്റീവ്സ് കണ്ടിട്ട് എന്താ പറയാ, എന്തായാലും ആദ്യം ഒന്നും നല്ലതൊന്നും പറയില്ല നമുക്ക് നല്ല ഉറപ്പാണ്. അത് നമ്മുടെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നു. ചെയ്തു തുടങ്ങിയ സമയത്ത് അങ്ങനെ നല്ലതൊന്നും പ്രത്യേകിച്ചൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഞാൻ എന്നെ പറ്റി ഭയങ്കര ആദ്യമായിരുന്നു. ലൈക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് എൻ്റെ ഭാവി അവതാളത്തിലാവും, എൻ്റെ കല്യാണം നടക്കില്ല, എൻ്റെ ഒന്നും നടക്കില്ല, അങ്ങനെ. അത് കൂടുതൽ എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് പറയുക കേട്ടോ. ആരെങ്കിലുമൊക്കെ മേ ബി പാരൻസിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ട് അമ്മയുടെ ഉള്ളിലും പേടിയുണ്ടായിരുന്നു, അച്ഛൻ്റെ ഉള്ളിലും പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇത് എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യല്ലേ. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ അവർ ഇഷ്ടക്കേട് അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പം അമ്മ എൻ്റെ കൂടെ വീഡിയോ ചെയ്യുമ്പോഴും അമ്മ ഫുൾ ഒരു എന്താണ് സംതൃപ്തിയോടെയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലായിരുന്നു. അമ്മക്കുള്ളിലൊരു പേടി വെച്ചിട്ട് തന്നെയാണ് അമ്മ എൻ്റെ കൂടെ ചെയ്തിരുന്നത്. പിന്നെ പിന്നെ പയ്യെ വീഡിയോകളൊക്കെ കയറി തുടങ്ങി, പ്രൊമോഷൻസ് കിട്ടി തുടങ്ങി, പൈസ കിട്ടി തുടങ്ങി. അപ്പോൾ ചെറിയൊരു ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് നല്ല കാര്യമാണ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെ വലിയ ചീത്തപ്പേരുകളിലൊന്നും ഞാൻ ചെന്നപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണ് അങ്ങനെ മോശമൊന്നും അധികം കേൾപ്പിച്ചിട്ടില്ല. ആളുകൾ ഇപ്പോൾ വഴിയിൽ വെച്ച് ആരെങ്കിലുമൊക്കെ കാണുമ്പോഴും നല്ലത് തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് തോന്നി ഓക്കെ നമ്മൾ ചെയ്യട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അമ്മയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. അമ്മ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുത്തമ്പേലിക്കര പഞ്ചായത്തിലൊക്കെ സൂപ്പർ സ്റ്റാർസ് ആലപ്പുഴ അടുത്ത കല്യാണത്തിന് പോയപ്പോ ആലപ്പുഴയിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ ഒന്ന് പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അമ്മ അതൊക്കെ ഭയങ്കര കാര്യമാണ് അമ്മക്ക്. അമ്മ വലിയ കാര്യമായിട്ട് പറയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് ഇപ്പൊ എൻ്റെ അമ്മ ശരിക്കും ജോലിക്കൊന്നും പോവാണ്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ തന്നെയാണ്. ഞാൻ കാരണമാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാണ്ടിരുന്നതും അല്ലേ. അപ്പം ഞാൻ കാരണം ഇപ്പം അമ്മനെ 4 പേര് അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ കാരണം എന്ന് വെച്ചാൽ വീഡിയോയിൽ കൊണ്ടുവന്ന ഞാനാണ്. പക്ഷെ അത് അമ്മയുടെ കഴിവുകൊണ്ട് നമ്മളത് ചെയ്ത് ഇപ്പം 4 ആൾ അമ്മനെ അറിയുന്നുണ്ടെങ്കിൽ അമ്മയുടെ കഴിവാണ്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് വലിയ കാര്യമായിട്ട് അതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക്. അപ്പം അച്ഛൻ എന്താ കൊണ്ടുവരാഞ്ഞേ? അച്ഛന് താല്പര്യമില്ല. അച്ഛന് വലിയ ഇതിലോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ്. ഒരു വീഡിയോയിൽ എന്താണ് വന്നത്, അതും അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിട്ട് ഒന്നുമല്ല. ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊണ്ട് നിർത്തുന്നതാണ്. അച്ഛൻ ഇനീഷ്യൽ സ്റ്റേജസിൽ ഞാൻ ചെയ്യുന്നതും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ എന്താണ് എൻ്റെ ഒരു താല്പര്യം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ട്. താങ്കളുടെ അച്ഛനായിട്ടല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ട് ബ്രോ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇവള് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നടക്കില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ പാരൻസിന്റെ ഉള്ളിൽ ഒരു പേടി വരും. കാരണം ഇതാണ് ഫീൽഡും. ലൈക്ക് പേടിച്ചില്ലെങ്കിലും പേടിപ്പിക്കാൻ ആളുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് നമ്മൾ സക്സസ് ആയിട്ട് കാണിച്ചു. ഞാൻ കല്യാണം കഴിച്ചു, ഇപ്പൊ എനിക്കൊരു കുട്ടി വരാൻ പോകുന്നു, ഞാനിപ്പോഴും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ സമാധാനം കിട്ടി കാണാം, പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പൊ സമാധാനം കിട്ടി കാണും. അത്രേ ഉള്ളൂ. ഈ അമ്മയുടെ കാര്യം പറയുമ്പോഴേ, അതായത് ഇപ്പൊ പറഞ്ഞില്ല, അമ്മ വേറെ ജോലിക്കൊന്നും പോവാതെ വീട്ടില് തൻ്റെ കാര്യങ്ങളായിട്ട് സകല സമയവും ഇൻവോൾവ് ആയിട്ട് നടന്നിരുന്ന ഒരു അമ്മയല്ലേ. ഇപ്പോൾ വീഡിയോസിൽ തനിക്ക് വേണ്ടിയിട്ട് അമ്മ വീഡിയോ ചെയ്യുമ്പോൾ അമ്മയും ഒരു സമയത്തെത്തി ഇപ്പം അമ്മയും എൻജോയ് ചെയ്തിട്ടുണ്ടാവും, അമ്മയും എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നല്ലേ. ഈ വിവാഹത്തിന് ശേഷമേ താങ്കൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അമ്മ അതായിട്ട് അഡാപ്റ്റ് ആവാൻ എത്രമാത്രം സമയം എടുത്തിരുന്നു? അമ്മയുടെ ഒരു മാനസിക നില എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? എന്നെ എന്തായാലും അങ്ങനെ മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അമ്മ അതങ്ങനെ പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അമ്മ അങ്ങനത്തെ ഫീലിങ്സുകൾ കാണിക്കില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് ഞാൻ നിൽക്കുന്നില്ല, ഇവര് കല്യാണത്തിന് അമ്മയും മോളും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് വ്യത്യാസം റിസപ്ഷൻ വന്നു, അപ്പോഴും കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അങ്ങനെ നമ്മൾ റിസപ്ഷന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ വന്നു, എന്നിട്ട് ഇവർ തിരിച്ചു പോയി. അപ്പോൾ ഒരു വീഡിയോ അവളുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന അമ്മ നിന്ന് ഡാൻസ് കളിക്കുന്ന ബസ് ഞാൻ അത്രയ്ക്ക് വിഷമമുള്ള ആളെ ഇത് ഉണ്ടാവും ബ്രോ. ഒരുമിച്ച് ജീവിച്ചൊക്കെ അല്ലേ. പിന്നെന്ന് വെച്ചാൽ അക്കിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു.
എല്ലാ ആഴ്ചയിലും. അത് അക്കീമിനെ കൂടുതൽ ഒറ്റക്ക് നിൽക്കാൻ കിട്ടുന്ന ചാൻസ് ആയതുകൊണ്ട് കളയില്ല. ഒറ്റക്ക് ഇവിടെ എറണാകുളത്ത് നിൽക്കുക. അപ്പം ഞാൻ അമ്മയായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾ വീഡിയോസ് ചെയ്യുമായിരുന്നു, കല്യാണം കഴിഞ്ഞ സമയത്തും വീഡിയോസ് ഞങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു. അമ്മനെ അങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ട ഇത് എനിക്ക് വന്നിട്ടില്ല. കുറേ നാൾ അമ്മനെ കാണാണ്ട് ഇരിക്കേണ്ട അവസ്ഥ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിൽ അപ്പോൾ ഒരു നടനുണ്ട് എന്നപ്പോൾ താങ്കൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹത്തിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളിയായിരിക്കും എന്നൊക്കെ? ഇദ്ദേഹം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോസിൽ ഒരു മുതൽക്കൂട്ടാവുന്നപ്പോ എനിക്കറിയാം. ആളെ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു നഷ്ടാവില്ല അറിയായിരുന്നു. ഷോർട്ട് ഫിലിം അഭിനയിച്ചൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മോൾഡ് ചെയ്തൊക്കെ എടുത്ത് ഇപ്പൊ എന്നെക്കാളും ഫാൻസ് ആക്കിയിട്ടുണ്ട്. അകിയുടെ ചില കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീ ആരാധകർക്കിടയിൽ. ഫോളോവേഴ്സും കൂടുതൽ സ്ത്രീകളാ. പക്ഷെ ഒരാൾ മെസ്സേജ് ഭയങ്കര ഡിമാൻഡ് കുറവാ. ഇതിൽ വേറെ വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഷോ ആണെന്ന് വിചാരിക്കില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ എവിടെയെങ്കിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാലേ വായി നോക്കാൻ പറ്റുന്നില്ല പഴയ പോലെ. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു ഭയങ്കര സുന്ദരി കൊച്ചു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ആ കൊച്ചു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ പുള്ളിച്ച കോഴിയൊക്കെ ഇങ്ങനെ ഉണർന്നു വന്നോണ്ടിരിക്കുക. അപ്പോൾ കൊച്ചെന്തോ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കും. എൻ്റെ മനസ്സിലെന്താ കുട്ടി വരുന്നു, ചേട്ടൻ്റെ പേരെന്താ, നമ്പർ തരുമോ, ഇതൊക്കെ എൻ്റെ മൈൻഡ് വരുന്നത്. ഗ്രീഷ്മ ചേച്ചിക്ക് സുഖല്ലേട്ടാ, ഞാൻ നമ്മളങ്ങ് ഇല്ലാണ്ടാവും. ഞാൻ അവളുടെ അടുത്ത് പറയും കേട്ടോ എല്ലാ കാര്യം. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മളുടെ ആൺപിള്ളേർക്കിടയിൽ ഒരു പൊട്ട ക്ലീഷേ ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ മറ്റേ ഭാവി മറ്റേ ഗേൾ ഫ്രണ്ട് ആവാൻ പോകുന്ന, ഭാര്യ ആവാൻ പോകുന്ന പെണ്ണെ പറ്റി, അതായത് തല നിറയെ മറ്റേ മുടി വേണം, മറ്റേ കൺമഷി എഴുതണം, മുല്ലപ്പ് വേണം, സാരി എടുക്കണം. ഈ സൊസൈറ്റി ഈ ക്ലീഷേ സാധനത്തിൽ ഉള്ള സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളൊന്നല്ല. ഇയാൾ മേക്കപ്പ് പോലും ചെയ്യാറില്ല എന്ന് തോന്നുന്നു. അതെന്തോ പുള്ളിക്ക് അതൊക്കെ തന്നെയായിരുന്നു വേണ്ടത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒന്നുമില്ല കേട്ടോ. അല്ല, എനിക്കങ്ങനെ വലിയ കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് മൂക്കൂത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂക്കൂത്തി എന്നെ കൂടെ കുത്തിച്ചതാണ്. കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പ് ഞാൻ കുത്തിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വെച്ചു. പിന്നെ സെക്കൻഡ് സ്റ്റെഡ് അടിപ്പിച്ചു. എന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ജീവിതമല്ലേ ബ്രോ, കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് ഫുള്ളി അഖിലേട്ടന്റെ സങ്കല്പത്തിലുള്ള ഒരു കുട്ടീനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ മനസ്സുണ്ട്. അതാണ് ഏറ്റവും വേണ്ടതല്ലോ. മനസ്സുണ്ട്. എന്റെ സങ്കല്പത്തിനേക്കാൾ വലിയ ആളാണ്. ഞാൻ പറയുന്നതേ, ഈ ആൺപിള്ളേർക്കൊക്കെ ഒരു 24 വയസ്സിന് ശേഷം നമ്മളിപ്പോൾ സിനിമ ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺസർട്ടൈനിറ്റി ഉണ്ടല്ലോ. അപ്പം നമ്മളുടെ പല ഭാഗത്തുനിന്ന് നമുക്ക് പ്രഷർ വരാൻ തുടങ്ങും. പെൺപിള്ളേർക്ക് അത്രയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പെൺപിള്ളേർക്ക് അത്രയും പ്രഷർ വരാറില്ല. പക്ഷെ നമ്മളുടെ ആൺപിള്ളേർക്ക് ഭയങ്കര പ്രഷർ. അതായത് കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നമ്മളുടെ പെടലിലേക്ക്. ആണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ ഓൾറെഡി കാരണവന്മാരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആണുങ്ങള് കുടുംബത്തിന്റെ ഭാരം ചുമക്കുക, പെൺകുട്ടികൾക്ക് അതൊരു പ്രിവിലേജ് ആണ്. കുടുംബത്തിന് പെൺകുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല. ആൺകുട്ടികൾക്ക് മസ്റ്റായിട്ടൊരു ജോലി വേണം, എന്തെങ്കിലും ഒരു ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം ഒരു 24-25 വയസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഈവൻ വിവാഹം വരുമ്പോഴും അതൊരു ക്രൈറ്റീരിയ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഇതെങ്ങനെ ഇപ്പോൾ ഒരു ആൺകുട്ടി എന്ന നിലയിലേ ഈ സിനിമ പ്രൊഫഷൻ ആക്കി പാഷനാക്കി എടുക്കുന്ന ഒരാൾ അതെങ്ങനെ തരണം ചെയ്തേ? ബ്രോ, ഞാൻ ആരും പറയുന്നത് കേൾക്കില്ല. ഞാൻ എൻ്റെ മനസ്സിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. എപ്പോൾ വേണം എന്ത് വേണം സംഭവിക്കാം. അതിൽ ട്രൈ ചെയ്യുന്നതിൽ 100-ൽ ചിലപ്പോൾ ഒരു 10 പേരായിരിക്കും രക്ഷപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഫെയിലായി പോകുന്ന ഒരിതാണ് മീഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര ടാലൻ്റ് ഉണ്ടായാലും അത് കാര്യമില്ല, കുറച്ച് ഭാഗ്യം കൂടെ പെടും, പിന്നെ ഹാർഡ് വർക്ക്. പക്ഷേ ഞാനൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം അത് നടക്കും, അതിന് വിശ്വസിക്കുന്നുണ്ട്. ഇത് ചെയ്ത് മടുക്കുന്ന ആൾക്കാരാ നിർത്തിപ്പോകുന്നത്. ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ളത് എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറയാം. അവൻ കല്യാണം കഴിച്ചു, അപ്പോൾ അവന് ജോലി വേണം, ജോലി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇവൻ ജോലിയായി, ഇവൻ കുറച്ച് സെറ്റിലായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ കുറച്ച്
മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കടവും കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് ആരും രജിസ്റ്റർ മാരേജ് ഒന്നും പ്രിഫർ ചെയ്യത്തില്ല. ആ നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടി നടത്തണം. ഇവൻ വീണ്ടും ലോൺ എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം ഇവന് കുറച്ച് കടങ്ങളുണ്ട്, കടത്തിലായിരിക്കും അവൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ കുട്ടികളായില്ലേ, സമയം താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവന് കുട്ടിയായി കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് പ്രസവമാണെങ്കിൽ നമ്മളിപ്പം പെണ്ണ് വീട്ടുകാരെ എടുത്തെന്ന് വെച്ചോ, പക്ഷെ അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ചിലവുകളെല്ലാം. ഇതെല്ലാം അവൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവന് ചെറിയ ചെറിയ EMI പരിപാടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനൊരു അനിയനുണ്ട്. ആ അനിയന് കല്യാണപ്രായമായപ്പോൾ അവൻ്റെ കല്യാണം നോക്കുമ്പോൾ ഇവന് മാറി താമസിക്കണം. വീട്ടുകാരെ അവനെ കൊണ്ട് ലോൺ എടുത്ത് വീടും വെപ്പിച്ചു. ഇപ്പോൾ അവനെ ഒരിക്കൽ കണ്ടപ്പോൾ അവൻ പറയുക, മൊത്തത്തിൽ അവന് ലോൺ അടയ്ക്കാനായിട്ട് 35,000 രൂപ വേണം. ബാക്കി എല്ലാ പരിപാടിക്കും പരിപാടി എന്ന് വെച്ചാൽ മൊത്തത്തിൽ ലോണ് എല്ലാം കൂടെ ചിലവടക്കം ഒരു 50,000 രൂപ വേണം. ഇവനും അവൻ്റെ വൈഫിനും കിട്ടുന്ന സാലറി 45 ഉള്ളൂ. 5,000 രൂപ കടം മേടിച്ചാൽ റൺ ചെയ്യുന്നവർ. ഇങ്ങനത്തെ സിറ്റുവേഷൻ ലോക്ക് ചെയ്യും പല പാരൻസും. ഒരു ശരാശരി ആൺകുട്ടിയുടെ ലൈഫ് ഇതാണ് ലോക്ക് ചെയ്യും, നമ്മൾ ലോക്ക് ചെയ്ത് കളയും. ആ ലോക്ക് ചെയ്യാൻ നിന്ന് കൊടുക്കരുത്. നമുക്ക് നമ്മുടേതായിട്ടൊരു ഡിസിഷൻ ഉണ്ടാവണം. നമ്മളിപ്പോൾ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവും, അവരവരുടെ ലൈഫ് ജീവിച്ചു കഴിഞ്ഞു, നമ്മളിനി നമ്മുടെ ലൈഫ് ജീവിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ അവർക്ക് വിഷമം ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ കുറച്ച് നോക്കണം, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ നോക്കണം. ഈ പ്രഷർ കൊണ്ട് കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ വിവാഹത്തിന് അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല, മെന്റലി സ്റ്റേബിൾ ആയിരിക്കില്ല, പക്ഷേ ഈ പ്രഷർ കൊണ്ട് എന്നാൽ പിന്നെ പണ്ടാരടങ്ങട്ടെ. ബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബ്രോയുടെ കൂടെ ഉള്ളവരാണെങ്കിൽ തന്നെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവരിപ്പോൾ ഭയങ്കര ഒരു ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് ഈ ഒരു പ്രോബ്ലം കാരണം അത്രയും വലിയ പ്രഷർ അയക്കുന്നത് ഒരാളും. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വല്ല ഗൂഗിളിലോ അങ്ങനെ വലിയ വലിയ കമ്പനികളിൽ ഭയങ്കര സാലറി ഉള്ള ജോലി കിട്ടണം. നമുക്കിവിടെ ഉള്ള ബേസിക് സാലറി എത്രയാണ്? വളരെ കുറവാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വർഷം തന്നെ എത്ര ആൾക്കാരാണ് പഠിച്ചിറങ്ങുന്നത്. ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. എൻ്റെ അറിവിൽ എഞ്ചിനീയർ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ച ആരുമില്ല. ഞാൻ 4 വർഷം ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ 4 വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം സാലറി 15,000 രൂപയാണ്. മാക്സിമം 4 വർഷം എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയത് അത്രയാണ് സാലറി. അത്രയും ഭയങ്കര കുറവാണ് ബ്രോ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുടുംബം റൺ ചെയ്യുന്നത്? ഒരു കുടുംബം റൺ ചെയ്യാൻ നല്ല കാശുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എവിടെ ജീവിക്കുന്ന ഇപ്പോൾ എൻ്റെ സാലറിയിൽ എവിടെ സാലറിയിൽ നമ്മുടെ ഇൻകം വെച്ച് നമ്മൾ ജീവിക്കും. ഇപ്പം ഞങ്ങളുടെ കല്യാണ സമയത്തും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫാമിലി സൈഡിൽ നിന്ന് അക്കിയുടെ ജോലി ഒരു പ്രശ്നമായിരുന്നു, കാരണം സ്റ്റേബിൾ ഇൻകം ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞ് എനിക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെടുത്ത ഡിസിഷനാണ്. ഇത് ചിലപ്പോൾ നമ്മുടെ പാരൻസിന് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അവർ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ചിലവ് അവളാണ് ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കട്ടെ, അതെന്റെ കടമയല്ല. നമ്മൾ ഫാമിലിയാണ്. ഞാനിപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആരുതല്ല, നമ്മൾ പാർട്ണേഴ്സാണ്. അപ്പോൾ എനിക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവളെ നോക്കും. അതിനിപ്പോൾ എന്താ തെറ്റ്? ഞങ്ങളിങ്ങനെ എൻ്റെ പൈസ ആളുടെ പൈസ എന്നുള്ള രീതിക്കല്ല. ഞാൻ ഇത്ര ഒരു പാർട്ണറെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണം. അത് ചെയ്യരുത്, എനിക്കത് നിർത്തേണ്ടി അങ്ങനെയൊക്കെ വന്നാൽ അത് ഒരു നല്ല പാർട്ണർ അല്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പണ്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. പ്രൊമോഷൻസ് കിട്ടുന്നതും ചെയ്യുന്നതും ഒക്കെ പണ്ടത്തേനേക്കാളും അടിപൊളിയായിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടാണ് ഞാൻ എന്താണ് ആ ഒരു ടൈമിൽ കല്യാണത്തിന് പുറത്ത് പോയി ഷൂട്ട് ചെയ്യലൊക്കെ എനിക്ക് എന്നെ അങ്ങനെയൊന്നും വിടില്ലായിരുന്നു. ഒക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാമോ അത് ചെയ്യുക, അല്ലാതെ പുറത്ത് പോയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. അതായത് അങ്ങനെ ഉള്ളൊരു ഭയങ്കരമായിട്ട് അതിനങ്ങ് എക്സ്പ്ലോർ ചെയ്യണ്ട, വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അതങ്ങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലിമിറ്റഡ് കാരണം എനിക്കെന്ന് വെച്ചാൽ അച്ഛൻ വലിയ സപ്പോർട്ട് ഉണ്ടായില്ല ആ സമയത്ത്. അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്കും ഒരു പരിധി ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം അച്ഛനെ എതിർത്ത് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അക്കി വന്നേ പിന്നെയാണ് ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഇപ്പോൾ ഞങ്ങളുടെ ലൈഫ് കാണുമ്പോൾ അച്ഛൻ ഹാപ്പി, അമ്മയെ ഹാപ്പിയാണ്, ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു, അത് ശരിയായി കാണിക്കണം ലൈഫിൽ, അല്ലാതെ പൊളിഞ്ഞു പോയാൽ പെട്ടില്ലേ, പിന്നെ ജീവിത അവസാനം വരെ അത് കേൾക്കേണ്ടി വരും. കാരണം ഞാനിപ്പോ ഫാമിലിയുടെ ഒക്കെ കുറെ എതിർപ്പുകളൊക്കെ വന്നിട്ടാണ് അക്കിനെ ചൂസ് ചെയ്തത്. അല്ല ഈ ഇൻകമിന്റെ പേരിലൊക്കെ കുറെ വേണോ. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ബ്രോ ഒരു ഷൂട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസം, ഒരു 2-3 മാസം അത്രയും പൈസ കിട്ടും, ഒരു ഹ്യൂജ് എമൗണ്ട് കൈ കിട്ടും. പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ ഗ്യാപ്പാണ്.
അത് സിനിമാക്കാർക്കുള്ള പ്രശ്നമാണ്. എന്ന് പറഞ്ഞിട്ട് സിനിമാക്കാർ ഒരു കല്യാണം കഴിച്ചാൽ പട്ടിണിക്കിടും എന്നുള്ളതല്ല. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ. ഇപ്പോൾ ചിലരുണ്ട് കേട്ടോ, ചിലരുടെ വിചാരം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാശ് കിട്ടും, ഇങ്ങനെ വിചാരിച്ച് വരുന്നവരുണ്ട്. അവരുടെയൊക്കെ ആ ഒരു വിചാരം ഒരു വർഷം ട്രൈ ചെയ്യുമ്പോൾ മാറും. വെറും തെറ്റിദ്ധാരണ. ഒരു വർഷം ട്രൈ ചെയ്യുമ്പോൾ അവർക്കത് മാറും. ഈ സിനിമ അത് ഒരു ഇമോഷനാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. കാരണം എനിക്കിപ്പോൾ ഒരുപാട് കാശ് അതൊന്നുമല്ല. എനിക്ക് ആ സെറ്റിൽ നിൽക്കുക, വർക്ക് ചെയ്യുക, നമ്മളെ കമാൻഡിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതാണ് എനിക്ക് ഹാപ്പിനെസ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, 2 പേര് കണ്ടിട്ട് വീഡിയോ നന്നായിട്ടുണ്ട് കേട്ടോ, അതാണ് കിക്ക്. ഇതാണ് സാധനം. ഈ സാധനത്തിനാണ് ഈ എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഈ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർ നല്ല നടരാണെന്ന് അവർക്ക് സ്വയം തോന്നും. പിന്നെ ഒരാളെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ആ ടേസ്റ്റ് അറിഞ്ഞ, രുചി അറിഞ്ഞ പിന്നെ ഭയങ്കര ഇതാ, അത് ഭയങ്കര കിക്കാത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കിടിലൊരു ആങ്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾ കിടിലൊരു ആർജയാണ്, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് കിട്ടുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ബ്രോയുടെ പരിപാടിയെല്ലാം കൊള്ളാം, പേയ്മെൻറ്റ് കുറച്ച് കുഴപ്പമില്ല, നമ്മൾ ചെയ്യും. അതാണ് ആ കിക്ക്. അപ്പോൾ ആ ടൈമിൽ കുറേ വീട്ടുകാരൊക്കെ പ്രശ്നമായിരുന്നു. ചുറ്റിത്തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു പെട്ടല്ല. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്ത റൈറ്റ് ആണെന്നുള്ളത് അവർക്കും അറിയാം, എനിക്കും അറിയാം. ജീവിക്കാൻ പറ്റും ബ്രോ, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഒരു ലക്ഷറിയസ് ലൈഫ് ഒന്നും ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല, ഹാപ്പിയാണ്. പണ്ട് അതായത് നമ്മളുടെ ചെറുപ്പത്തിലേക്ക്, അതായത് നമ്മൾ ഒരുപാട് ബോഡി ഷെയിം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള, ഒറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെ പിന്നീട് താങ്കളുടെ വീഡിയോസൊക്കെ ഒന്ന് റീച്ചായി തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ലൈഫ് വേറെ നല്ല രീതിയിൽ പോകുന്ന സമയത്തൊക്കെ അന്ന് ക്രിട്ടിസൈസ് ചെയ്ത, അന്ന് ബോഡി ഷെയിം ചെയ്ത അതേ ആൾക്കാർ വന്നിട്ട് ചിലപ്പോൾ പറയാം, ഗ്രീഷ്മയുടെ ഫ്രണ്ടാട്ടോ, ഗ്രീഷ്മേൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഈ ആൾക്കാരുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതായത് നമുക്ക് എല്ലാം ഉള്ള സമയത്ത് നമ്മളെ എല്ലാ കുറവുകളോടും ആൾക്കാരെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കും. നമ്മളൊന്നും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനും ആളുകളുടെ ഈ ജീവിതവും ആൾക്കാരുടെ ഈ പെർസ്പെക്റ്റീവിനെയൊക്കെ വളരെ അകലിൽ നിന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ലൈഫിൻ്റെ ഈ ഒരു സംഭവത്തെ ഇപ്പോൾ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? പണ്ട് കളിയാക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ വന്ന് കൊളാബിന്റെ റേറ്റ് അതൊരു നല്ലൊരു കിക്കാണത്. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി എന്നൊക്കെ ആണെങ്കിലും പണ്ട് നമ്മളങ്ങനെ കുറച്ച് വലിയ വില തരാതിരുന്നൊരു സമയത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു വിലയുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുകയാണ്, ഗ്രീഷ്മേന്റെ കസിനാണോ സാധനം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ പുറത്ത് കാണിക്കില്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പേരിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരം ക്രിറ്റിസിസങ്ങളും ബോഡി ഷെയ്മിങ് കമന്റ്സ് ഒക്കെ കോൺഫിഡൻസിനെ എത്രമാത്രം കെടുത്തി കളഞ്ഞിട്ടുണ്ട്? വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ ഒരാളോട് മിണ്ടാത്ത ഒരാളായിരുന്നു. എനിക്ക് മിണ്ടാൻ പേടിയായിരുന്നു. മിണ്ടിക്കഴിഞ്ഞ് ഇവർ കളിയാക്കോ ഇല്ലയോ, അത് വെച്ചാൽ ബോഡി ഷെയ്മിങ്. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ബാക്കി കുട്ടികളെക്കാളും ഞാൻ വലിയൊരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒന്നും കേട്ടിട്ടുണ്ട്. ചെറിയ ജൂനിയേഴ്സ് പിള്ളേർ വരുമ്പോൾ അവരും തടിച്ച് ചെയ്ത് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങിപ്പോയി. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു ടൈപ്പായി പോയി, അധികം സംസാരിക്കാത്ത ഒരു ടൈപ്പായി പോയി. ഒരു കൂട്ടത്തിലൊക്കെ ഇരുന്ന് അവിടെ ഇരിക്കുക, അല്ലാണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ, ഇവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരെന്തെങ്കിലും നമ്മളെ കമൻ്റ് അടിച്ചാലോ എന്നുള്ള പേടിച്ചിട്ട് നമ്മളങ്ങ് മിണ്ടാണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഒരു 12 കൊല്ലം അങ്ങനെ പോയി എന്ന് പറയാം സ്കൂൾ ലൈഫിൽ, ഒന്നും മിണ്ടാണ്ടിരുന്ന്. പിന്നീട് +1 +2 ഒക്കെ വന്നപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഞാനൊന്ന് ആക്റ്റീവ് ആയത് അപ്പോഴാണ്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ടീച്ചേഴ്സും കുറേ എന്നെ നല്ല ടീച്ചേഴ്സും ആയിരുന്നു കേട്ടോ. 10ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് അത്ര അടുപ്പം ഇല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അവരെ കിടക്ക് കാണുമ്പോഴും എനിക്കങ്ങനെ ചെന്ന് സംസാരിക്കാൻ അങ്ങനെ തോന്നാറില്ല. കാരണം ഇതെൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്, എവിടെയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കിയത് അവരാണ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. +1 +2 പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പോയി മിണ്ടും. കാരണം എനിക്ക് അവരെയൊക്കെ ഇഷ്ടമായിരുന്നു. +1 +2 ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരുന്നു. പിന്നെ കോളേജിലോട്ടൊക്കെ വന്നപ്പോൾ ഞാൻ അടിപൊളിയായെന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണ്, ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നല്ല ആക്റ്റീവാണ്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ
ആർട്സ് ഡേക്കൊക്കെ ചെയ്യുമായിരുന്നു, പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസ് ഞാൻ തന്നെ വേണമെന്ന് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത് എനിക്കൊരു സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് മിണ്ടുമ്പോൾ അവരെ തിരിച്ചെങ്ങനെയാണ് ഞാൻ അവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു 10 പേര് കൂടുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിറയ്ക്കും. നമ്മൾ ഈ ലുലുലൊക്കെ പോകുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ, അത്ര പ്രശ്നമുള്ള ആളാണ് ഈ വീഡിയോയിൽ ഇങ്ങനെയാണ് തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറെയൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ വെച്ച് ദൂരെ നിന്ന് ഒരാൾ എൻ്റെ അടുത്തേക്ക് വരണം കാണുമ്പോ തന്നെ എൻ്റെ അടുത്തേക്കാണോ ഇങ്ങനെയാവും ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെയൊക്കെ ഞാൻ ആളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് ഞാൻ തന്നെ വരുത്തിയെടുത്തൊരു കളിയാക്കുന്നവർക്ക് അതൊരു രസമാണ്.